നിലവറയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? അത് ഞാൻ ഗൗതം പറഞ്ഞുകൊണ്ടാ നിലവറ മന്ദിരത്തിനടുത്തേക്ക് വന്നത്. ഗൗതം പറഞ്ഞോ? ഗൗതം എന്തു പറഞ്ഞു? അത് രാധിക നിലവറ മന്ദിരത്തിനടുത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോ രാധിക ഒന്നും കണ്ടില്ല. ഇയാളെന്തെങ്കിലും അബദ്ധം കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടിയാ ഞാൻ നിലവറ മന്ദിരത്തിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയത്. എന്നിട്ട് നിലവറയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് സത്യം. ഈ കുട്ടി ആ നിലവറ മന്ദിരത്തിന് മുമ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. മോളെ ഈ ഭാഗത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മുത്തശ്ശി. ഞാനത് വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. ഞാനത് തുറന്നുമില്ല, അകത്തേക്ക് കയറിയതുമില്ല. കണ്ടോ, ഏത് കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത് ചേച്ചിയാ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് പുറകില് ചേച്ചി കാണിച്ചൊരു മണ്ടത്തരമല്ലേ? വീടിനകത്ത് പിടിച്ചു നിർത്തി ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആലോചിക്കണം. മറ്റുള്ളവരുടെ ജീവൻ വെച്ചാ കളിക്കുന്നത്. ഇവിടെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിർത്ത്. ജീവൻ വെച്ച് കളിച്ചോ? എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങുമ്പോ വരുൺ ഇതിനകത്തുണ്ടാവുന്ന നിർബന്ധിച്ച് നോക്കാൻ പറഞ്ഞത് ആരാ? ഈ കുട്ടിയല്ലേ? നിലവറവാതിൽ തുറക്കുമ്പോ അകത്ത് വിഷവാതകം ഉണ്ടാവുമെന്നും ഇറങ്ങുന്നവരുടെ ജീവൻ അപകടത്തിലാവുമെന്നും എല്ലാവരും പറഞ്ഞിട്ടും തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ നിലവറയിലേക്ക് ഇറങ്ങിയത് ഈ കുട്ടിയല്ലേ? സ്വന്തം ജീവൻ പണയം വെച്ചു പോലും വരുണിനെ രക്ഷിക്കാൻ ഇറങ്ങിയ ഈ കുട്ടിയെക്കുറിച്ച് ഒരക്ഷരം ഇനി മിണ്ടിപ്പോരുത് ഒരാളും.